السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. اتقوا الله عباد الله. വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ ഉൾപ്പെടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും പോഷക സംവിധാനങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഒരു ഡയലോഗിനു കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്. മലയാളക്കരയിൽ ഇസ്ലാം വിമർശനത്തിൻ്റെ, അന്ധമായ ഇസ്ലാം വിരോധത്തിൻ്റെ പല പല മുഖങ്ങളെ കണ്ടവരാണ് നമ്മൾ. യാതൊരുവിധ ശരിയുടെ സത്യത്തിൻ്റെ അടിത്തറയുമില്ലാതെ അതിരൂക്ഷമായ നുണപ്രചാരണങ്ങൾക്കും ശക്തമായ വിമർശനങ്ങൾക്കും ഒരു മതവും ഒരു സമൂഹവും ഇവിടെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഡയലോഗുകളുടെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ എല്ലാ മാന്യതയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട്, മര്യാദയുടെ എല്ലാ വേലിക്കെട്ടുകളെയും പൊളിച്ചു മാറ്റിക്കൊണ്ട്, നാസ്തികരും ലിബറലുകളും ഇസ്ലാം വിരുദ്ധരും വലിയ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വ്യാപകമായി അതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്നാമത്തെ ഡയലോഗ് തിരൂരിൽ നടന്നത്. കേരളീയ സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ആ ഡയലോഗ് ഉണ്ടാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കാൻ പ്രവാചകന്റെ കുടുംബജീവിതത്തിലെ അതുമായി ബന്ധപ്പെട്ട ചരിത്ര പരാമർശങ്ങളെ, ഹദീസുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രവാചകൻ സദാചാര രംഗത്ത് ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരാളായിരുന്നു എന്ന് ഒരു വലിയ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച് സമാനമായ ഒരുപാട് സംഗതികൾ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒന്നാമത്തെ ഡയലോഗ് നടന്നത്. ഒരുപാട് കളവുകളെയാണെന്ന് നമ്മൾ കയ്യോടെ പിടികൂടി സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ തിരൂർ ഡയലോഗിലെ ഏതെങ്കിലും ഒരു പ്രസംഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, ഒരു സംസാരത്തെ, ഒരു തെളിവിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഡയലോഗിൽ അവതരിപ്പിച്ചത് ശരിയായിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് സംവാദാത്മകമായി അതിനെ നേരിടാനോ അതിനെ തിരുത്താനോ അതിനൊരു പ്രതികരണം രേഖപ്പെടുത്താനോ ഇവിടുത്തെ നാസ്തികർക്കോ ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധർക്കോ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോഴും ആ ഫയലുകൾ ഓൺലൈൻ സംവിധാനങ്ങളിൽ കിടക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ടൂളുകളാണോ, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളെയാണോ ഇവരുടെ ഇസ്ലാം വിരോധത്തിൻ്റെയും ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ പേടി വളർത്തുന്നതിനും ആവശ്യമായി ഇവർ ഉപയോഗപ്പെടുത്തുന്നത്, അതിൽ ഓരോന്നെടുത്തുകൊണ്ടാണ് നമ്മൾ ഡയലോഗുകളിലൂടെ കടന്നുപോയത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ ഉന്നയിക്കുന്ന സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കണ്ണൂരിൽ രണ്ടാമത്തെ ഡയലോഗിലേക്ക് നമ്മൾ പോയത്. പിന്നീട് കോവിഡിൻ്റെ ഒരു കാലമായിരുന്നു. എല്ലാവരും ലോക്ക്ഡൗണായി വീടുകളിലിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾ അവലംബിച്ചിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ
ഓൺലൈനിൽ നിന്നുകൊണ്ട് ജിഹാദ് ഒരു ഭീകര കഥയല്ല എന്ന ജിഹാദ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ജിഹാദി എന്നത് അതൊരു ഏതോ ഒരു മോശമായ പദപ്രയോഗമാണ്, കണ്ടാൽ പേടിക്കേണ്ട കേട്ടാൽ ഭയപ്പെടേണ്ട ഒരു വാചകമാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കി ഇസ്ലാമിനെ ഭയപ്പാടിൻ്റെ നിഴലിൽ മതമെന്ന് കേട്ടാൽ ആളുകൾ പേടിച്ച് നിൽക്കണമെന്ന ഒരു വലിയ ഗൂഢാലോചനയോടുകൂടി നടത്തിയിരുന്ന അതിനെ പൊളിച്ചടക്കുന്ന തരത്തിലാണ് ജിഹാദ് ഒരു ഭീകര കഥയല്ല എന്ന ഡയലോഗ് നമ്മൾ സംഘടിപ്പിച്ചത്. പലപ്പോഴും ആളുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഹദീസ്. ഹദീസിലെ ആളുകളുടെ അജ്ഞതകളെ ചൂഷണം ചെയ്തുകൊണ്ട് അതിലെ പരാമർശങ്ങളെ വളച്ചൊടിച്ച് ഇസ്ലാമിനെതിരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിലാണ് ഹദീസ് അജയ്യം അന്യൂനം. പ്രവാചകന്റെ വാചകങ്ങൾ അത് വഹയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ദൈവീകത, അതിലെ അമാനുഷികത നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പലരും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നവും ഹദീസിനില്ല എന്നു മാത്രമല്ല, അത് ഏറെ സുരക്ഷിതമായ, സംരക്ഷിക്കപ്പെട്ട, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഹദീസ് അജയ്യം അന്യൂനം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഡയലോഗിലേക്ക് നമ്മൾ പോയത്. ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഏറ്റവും അവസാനം ലിബറലിസവുമായി ബന്ധപ്പെട്ട് ലിബറലിസത്തെ പൊളിച്ചെഴുതുന്ന നിലമ്പൂരിലെ ഡയലോഗ്, അതിനുശേഷം ഏറ്റവും അവസാനം പട്ടാമ്പിയിൽ വെറുപ്പിൻ്റെ കഥ കഴിയുന്നു എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഹെയ്റ്റ് ക്യാമ്പയിനാണ് ഇവിടെ നടക്കുന്നത്. ശക്തമായ വെറുപ്പുൽപാദനമാണ് നടക്കുന്നത്. ഒരു സമൂഹത്തെ അപരവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നുണകൾ പ്രചരിപ്പിച്ച് ഒരു ജനതക്കു നേരെ വെറുപ്പുൽപാദിപ്പിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയാണ് ഫാഷിസ്റ്റുകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നാസ്തികരും ഫാഷിസ്റ്റുകളും നിരീശ്വരവാദികളും അലിബറലുകളും ഫാഷിസ്റ്റുകളും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെ ആ തരത്തിലുള്ളൊരു പ്രചാരണം അടിച്ചുവിടുമ്പോൾ അതിലെ ഓരോന്നെടുത്തുകൊണ്ടാണ് നമ്മൾ പട്ടാമ്പിയിലെ അവസാനത്തെ ഡയലോഗിൽ അതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓരോ ഡയലോഗ് അവസാനിക്കുമ്പോഴും ഇസ്ലാം വിമർശകർ നിരായുധരായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഡയലോഗിൽ അവതരിപ്പിച്ച ഒരു വിഷയത്തെ അതിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പോലും സന്നദ്ധരാകാത്ത വിധം സത്യവും യാഥാർത്ഥ്യവും ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു തലത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളുമായി അൽഹംദുലില്ലാ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പുതിയ വാദങ്ങളാണ് ഈ ആളുകൾ കൊണ്ടുവരുന്നത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളെ, ആശയത്തെ വിമർശിക്കുമ്പോൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ സംവിധാനത്തെയും വൈവാഹിക സംവിധാനത്തെയും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിനെയെല്ലാം നിശിതമായി വിമർശിക്കുകയാണ്, അതിനെ എതിർക്കുകയാണ്, അത് വേണ്ടെന്ന് പറയുകയാണ്. ഈ സമൂഹത്തെ ഒരരാജകത്വത്തിലേക്ക് നയിക്കാനുള്ള വാദങ്ങളാണ് ഉയർത്തിവിടുന്നത്. അതിന് പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കാറുണ്ട്. പലപ്പോഴും പറയാറുള്ളത് എന്താണ്? ഇത് പുതിയ കാലമാണ്, ഇത് പഴയ കാലമല്ല. നിങ്ങൾ ഏതു കാലത്താണ് ജീവിക്കുന്നത്? പുതിയ കാലത്ത് ഇതൊന്നും പാടില്ല, പഴയതിനെ മാറ്റിവെക്കണം, പഴഞ്ചനാണ്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുള്ള അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിയാണ് പലപ്പോഴും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ വിമർശിക്കാനും എതിർക്കാനുമുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഴയതെല്ലാം മനുഷ്യനുപയോഗമില്ലാത്തതാണോ? പുതിയതെല്ലാം തീർത്തും അന്യൂനമാണോ? പുതിയതാണോ? പുതിയത് പഴയത് എന്നതാണോ? മനുഷ്യൻ ഒരു കാര്യം സത്യമാണ്, നീതിയാണ്, നന്മയാണ് എന്ന് വിലയിരുത്താനുള്ള മാനദണ്ഡം ഈ ഡയലോഗിലെ ഒന്നാമത്തെ സംസാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു വിഷയമാണ് നമ്മളിവിടെ എടുക്കുന്നത്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് സഹൽ ആദം ആ വിഷയമാണ് നമ്മോട് സംസാരിക്കുന്നത്. സഹലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.